Good evening, Mrs. Prabha Narendran. എന്റെ കയ്യിൽ നിന്ന് വിടൂ. എന്റെ കയ്യിൽ നിന്ന് വിടാനാ പറഞ്ഞത്. Okay. Hello, Prem Krishnan. I am Narendran, and this is Mrs. Prabha Narendran. നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാട്ടിലെത്തി. ഈ പച്ചപ്പിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുമ്പം അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള സന്തോഷത്തിനേക്കാൾ ഈ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് വന്ന ഒരു നല്ല വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ പത്മശ്രീ ഭരത് മോഹൻലാൽ എന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടി എന്നുള്ളത്. അദ്ദേഹത്തിനെ കുറിച്ച് ഒത്തിരി ഡോക്യുമെന്ററികളും കാര്യങ്ങളും എല്ലാം വർഷാവർഷങ്ങളായിട്ട് വന്നിട്ടുണ്ട്. 25 കൊല്ലത്തെ സെലിബ്രേഷൻ അല്ലെ 50 അങ്ങനെയുള്ള ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. വ്യക്തിപരമായി പറയട്ടെ, ഞാനെന്ന സിനിമാ പ്രേമിക്ക് മറ്റേതൊരു മലയാളിയും പോലെ അത്ഭുതപ്പെടുത്തിയ നടനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അതിൽ പുതുമയൊന്നുമല്ല. ഇന്ന് രാവിലെ രാം ഗോപാൽ വർമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റാണ് ആദ്യം കേട്ടത്. ഫാൽക്കെയ്ക്ക് മോഹൻലാൽ അവാർഡായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ള രീതിയിൽ ഒരു ഹോളിവുഡ് സംവിധായകൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. ഹി വാസ് ബോൺ ഇൻ ദ റോങ് പാർട്ട് ഓഫ് ദ വേൾഡ്, അതർവൈസ് ഹി വുഡ് ഹാവ് ബീൻ വേൾഡ് സ്റ്റാർ. ഈ പല പല ഘടകങ്ങൾ ഒരുമിച്ചൊരാളിൽ വരിക എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഒരു 2001 പ്രജ തൊട്ട് 2003 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഞാൻ പേഴ്സണലി ഞാനെന്ന ആരാധകൻ കരുതിയതാണ് അദ്ദേഹം പുറത്താവുന്നത്. ഇപ്പോൾ പ്രജ തൊട്ട് ഒരു വാമനപുരം ബസ് റൂട്ട് വരെയുള്ള ഒരു അടിക്കടിയുള്ള സിനിമകൾ. പക്ഷേ സൂപ്പർ ജീനിയസുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വി ക്യാൻ നെവർ അണ്ടർസ്റ്റിമേറ്റ് ദം. ദേ വിൽ എനി ടൈം കം ബാക്ക്. അതിപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ആയാലും ശരി, മെസ്സി ആയാലും ശരി, എ.ആർ. റഹ്മാൻ ആയാലും ശരി, അമീർ ഖാൻ ആയാലും ശരി, ലാലേട്ടനായാലും ശരി, ഇത്തരത്തിലുള്ള സൂപ്പർ ജീനിയസുകളുടെ കാലം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് അവരുടെ ശക്തമായ തിരിച്ചുവരവുകൾ എപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പം മഞ്ഞിൽ വരച്ച പൂക്കളെ തൊട്ടുള്ള കഥകൾ പറയുകയാണെങ്കിൽ ഞാൻ തിയേറ്ററിൽ ആദ്യമായി വ്യക്തിപരമായി പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുകയാണ്, ആദ്യമായി പോയി കാണുന്ന സിനിമ 20ാം നൂറ്റാണ്ടാണ്. അതൊരു 1.5 തുടക്കം തന്നെയായിരുന്നു. ആ ഒരു വലിയൊരു ഭാഗ്യം 80കളിൽ ജനിച്ച അല്ലെങ്കിൽ ഒരാളെന്നുള്ള രീതിയിൽ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ മാക്സിമം ലാലേട്ടൻ്റെ ഒരു ഗ്രോത്ത് ഗ്രാഫ് ഉണ്ടായ ഒരു സമയം നമുക്ക് തിയേറ്ററിൽ പോയി സിനിമകൾ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. സത്യം പറഞ്ഞാൽ അന്ന് മോഹൻലാൽ മമ്മൂട്ടി ഇങ്ങനെയുള്ള ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ആരാധന പോയിരുന്നത്. പക്ഷേ ഗെയിം ചേഞ്ചർ ആയത് ഒരു സമയത്ത് ഈ ദശരഥത്തിലെ ക്ലൈമാക്സിങ്ങിൽ എല്ലാവരും പറയുന്ന ആ സീന്, ഇതിങ്ങനെ ചിരിക്കുകയും കരയുകയും കൂടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു വലിയൊരു മിസ്റ്ററി പേഴ്സണൽ ഒരു ആരാധകൻ എന്ന രീതിയിൽ തോന്നിപ്പോയി. ഇങ്ങനെ ഇത് ചെയ്യാം, ഇത് റിഹേഴ്സൽ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ആര് ചോദിച്ചാലും ചിലപ്പോൾ ഇത് കൂവൽ കിട്ടുന്ന രീതിയിൽ ആയിപ്പോവും നമ്മുടെ ഓരോ റിയാക്ഷൻസും കണ്ടു കഴിഞ്ഞാൽ. ഇത് വല്ലപ്പോഴും ഇതൊരു മികച്ച നടനെന്നുള്ള രീതിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലെ ആസ് എ പേഴ്സൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ് പുള്ളി. കാരണം വിജയങ്ങളിൽ മതിമറക്കാതിരിക്കുക, അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വിജയങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ, ലോകത്തെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആഘോഷിക്കപ്പെടാതിരിക്കാൻ വലിയ പാടാണ് മനസ്സിലെങ്കിലും. പല പ്രമുഖരായ എഴുത്തുകാരെയും സംവിധായകരെയും ഒക്കെ നടന്മാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു പരിധി കഴിയുമ്പം ഈ അവനവനെ പ്രണയിക്കുന്നത് വല്ലാതെ അങ്ങോട്ട് കൂടിയിട്ട് ഇവരൊക്കെ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. ഇദ്ദേഹം ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. അതെണ്ണം ഈ ഏതോ ഒരു വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, പരാജയങ്ങളെക്കാൾ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വിജയങ്ങളാണ്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഒരു സിമ്പിളാണ് ലാലേട്ടൻ, അല്ലെ മോഹൻലാൽ എന്ന നടനും വ്യക്തി.